നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ? അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് അവർ കൊടുക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് ഈ ക്യൂൻ ഓഫ് പെന്റക്കിൾസിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അവർക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ്, അതായത് അവർ നിങ്ങളൊരു ക്യൂൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കിങ് ആയിട്ടോ ആണ് അവരുടെ മനസ്സിൽ കാണുന്നത്. അത്രമാത്രം ഒരു ഇമ്പോർട്ടൻസ് ആണ് അവർക്ക് നിങ്ങളെ പറ്റി ഓർക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലുണ്ടാവുന്നത്. ഓക്കെ, ആർ യു ഓൺ ദെയർ മൈൻഡ്? യെസ്, തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പോ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവണമെന്നും ഒരു റീബർത്ത്, ഓക്കെ, ആ ഒരു ടവർ സിറ്റുവേഷനാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ഉള്ള നെഗറ്റിവിറ്റീസ് എല്ലാം എൻഡ് ആവണമെന്ന് ആ വ്യക്തി വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. കാരണം അത്രമാത്രം ആഴത്തിലുള്ള ഒരു വേദനയാണ് ഈ ഒരു സെപ്പറേഷൻ അവരിൽ ഉണ്ടാക്കുന്നത്. മേ ബി നിങ്ങൾക്കും ഈ ഒരു സെയിം സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾക്കും ഈ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അത്രമാത്രം നിങ്ങൾ രണ്ടുപേരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം അവരുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ലൈഫിൽ തിരികെ കിട്ടും. ഫ്യൂച്ചറിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേരും എന്നുള്ളത് അവരുടെ മനസ്സിൽ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവർ. അതുകൊണ്ട് തന്നെ അവരായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. യെസ്, അവർ അത്രമാത്രം ആണ് സ്ട്രഗിൾ ചെയ്യുന്നത്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകാത്ത ഒരു ഫീലിങ്സ് ആണ്. അത്രമാത്രം അവർ ഒരു എന്താണ് എസ്പെഷ്യലി ആ ഒരു നൈറ്റ് ടൈംസിൽ അവർക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ. ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് പോകുമ്പോൾ, മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെയും അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് അവർ നിങ്ങളോട് ഇതുവരെ എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അത്രമാത്രം ആഴത്തിലുള്ളൊരു സ്നേഹമാണ്. അവർക്ക് ഒരു എന്താണ് ഒരു അമ്മ കുട്ടിക്ക് കൊടുക്കുന്ന സ്നേഹം, അതായത് അത്രമാത്രം ഒരു സ്നേഹം, അറ്റാച്ച്മെന്റ് ആണ് നിങ്ങളോടുള്ളത്. ആ ഒരു കെയർ, ആ ഒരു പ്രൊട്ടക്ഷൻ, അതൊന്നും അവർ മറ്റു വ്യക്തികളിൽ നിന്ന് ഇതുവരെയും അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ഇത്രമാത്രം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരാൾ ഒരുപാട് കെയറിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കണം. ആ ഒരു കെയറിങ് ആണ് ഇപ്പോൾ അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് യെസ്, തീർച്ചയായിട്ടും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഈ സിറ്റുവേഷൻ എല്ലാം മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാവണമെന്നും ഒരു ന്യൂ സ്റ്റാർട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വളരെ ജെന്യുവനായിട്ട് തന്നെയുള്ളൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ഫലം തരുന്നതായിരിക്കും. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം ആയിട്ടാണ് ഈ പേഴ്സൺ പലർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യെസ്, ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് അഡിക്ഷൻ അവർക്ക് തോന്നുന്നുണ്ട്. ഇത്രയും സെപ്പറേഷനിലാണ് അവരിപ്പോൾ യഥാർത്ഥത്തിലുള്ള ആ ഒരു പ്രണയം മനസ്സിലാക്കുന്നത്. അത്രമാത്രം റൊമാൻറ്റിക് ഫീലിങ്സ് ആണ് അവർക്കിപ്പോൾ നിങ്ങളോട് തോന്നുന്നത്. ഓക്കെ, വളരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ജെന്യുവിൻ ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കണം. കൂടുതൽ പേർക്കും ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഓക്കെ, ഐ ഫിയർ യു വിൽ നെവർ ഫർഗീവ് മീ. ഓക്കെ, നിങ്ങൾ അവരോട് ക്ഷമിക്കില്ല എന്ന് അവർ ഭയപ്പെടുന്നു. ആൻഡ് മൈ സീക്രട്ട് ലവ് ഫോർ യു, അവർ നിങ്ങളെ ഒരുപാട് നിങ്ങൾ അറിയാതെ
അവരൊരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്ത അത്രയും സ്നേഹം അവരുടെ ഉള്ളിലുണ്ട്. വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ? ഇനിയും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നാൽ അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ് വെൻ വി വിൽ ബി ടുഗദർ. ഓക്കെ, നമ്മൾ ഒരുമിച്ച് ചേരുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നു. ആൻഡ് ഐ കാൺട്ട് ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ്. അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കാനായിട്ട് അവർക്ക് കഴിയില്ല. ആൻഡ് റൈറ്റ് നൗ ഐ എം റിയലൈസിങ് ദാറ്റ് ഐ വാസ് സെൽഫിഷ് ആൻഡ് ഇമ്മച്ചുവർ. പ്ലീസ് ഫർഗീവ് മീ. ഐ എം സോറി, സോറി, സോറി. ഒരുപാട് തവണ നിങ്ങളോട് അവർ സോറി പറയുന്നുണ്ട്. ഈ ഒരു മൊമെന്റിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് അവർ വളരെ സെൽഫിഷ് ആയിട്ടോ ഇമ്മച്ചുവർ ആയിട്ടോ ഉള്ള ഒരു പെരുമാറ്റം നിങ്ങളോട് അവർ ആ ഒരു രീതിയിൽ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാവാം. അതിന് അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് തിങ് ദാറ്റ് കം ടു മീ ഈസ് യുവർ നെയിം. നിങ്ങളുടെ പേരാണ് അവർ എപ്പോഴും അവരുടെ മനസ്സിൽ അവർ ഓർക്കുന്നത്. ആൻഡ് ഫൈനലി ഐ എം സോറി ഫോർ നോട്ട് വിഷിംഗ് യുവർ സ്പെഷ്യൽ ഡേ. ഓക്കെ, നിങ്ങളുടെ ഏതോ ഒരു സ്പെഷ്യൽ ഡേയിൽ, മേ ബി നിങ്ങളുടെ ബർത്ത്ഡേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആ ഒരു ദിവസത്തിൽ നിങ്ങളെ അവർ വിഷ് ചെയ്തിട്ടില്ല. അതിന് അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ടാവാം. ഓക്കെ, ഓഗസ്റ്റ് മന്ത് ടോക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതയാണ് ഈ ഒരു കാർഡിലൂടെ അറിയുന്നത്. ഇൻട്രോവേർട്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഒരു കാര്യങ്ങളും അവരുടെ ഫീലിങ്സ് ആയിക്കോട്ടെ, സങ്കടങ്ങളായിക്കോട്ടെ, എന്ത് തന്നെയായിരുന്നാലും മറ്റു വ്യക്തികളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരിക്കാം. മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. മെയ് മന്ത് ടോക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആൻഡ് ടാറ്റു ഓൺ ഹാൻഡ്. കൈകളിൽ ടാറ്റു ആർട്ട് ഉണ്ടാവാം. ഓക്കെ, ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അങ്ങനെ. ഏപ്രിൽ മന്ത് ലെറ്റർ ജി, നമ്പർ 2, within 6 months. Okay, number 1. യെസ്, ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ജൂൺ മന്ത് ലോങ് ഹെയർ. മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടാവാം. ആൻഡ് 33 20th എന്നുള്ളൊരു ഡേറ്റ് ആണ്. ജൂലൈ മന്ത് നമ്പർ 4, ഫെബ്രുവരി മന്ത് ആൻഡ് ദിസ് മന്ത്. ഓക്കെ, ഈ ഒരു മാസത്തിൽ എന്ന് പറയുന്നുണ്ട് പെറ്റ് ലവർ. ഓക്കെ, മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പെറ്റ്സ് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. ആൻഡ് ദെൻ ബ്ലൂ കളർ. ആൻഡ് 2 days, ഒരു 2 ദിവസത്തിലുള്ള ഒരു പോസിബിലിറ്റി ആണ് കിട്ടിയിട്ടുള്ളത്. യു ക്യാൻ ട്രസ്റ്റ്. ഓക്കെ, ഈ പേഴ്സണ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. ആൻഡ് ഫൈനലി ജനുവരി മന്ത്.